بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين القاعدة العثمانية عثماني قاعدة أحكام الميم الساكنة ساكنة ميم നിയമങ്ങൾ സാക്കിന മീമിന് ശേഷം ഹിജായിയായ അക്ഷരങ്ങൾ വരുന്നതിനനുസരിച്ച് 3 നിയമങ്ങളുണ്ട്. ഇതിന് മുന്നേ അഹ്കാമുൻ നൂൻ സാക്കിനത്തി വ തൻവീൻ എന്ന ഭാഗത്ത് നമ്മൾ 5 നിയമങ്ങൾ പഠിച്ചു. എന്നാൽ ഇവിടെ 3 നിയമങ്ങൾ മാത്രമാണ് ഉള്ളത്. ഒന്നാമത്തെ നിയമം അൽ ഹുക്മുൽ അവ്വൽ അൽ ഇദ്ഗാമു ബിഗുന്നഹ് ചേർത്തി ഷദ്ദോടെ മണിച്ച് ഉച്ചരിക്കൽ. അൽ ഇദ്ഗാമു ബിഗുന്നഹ് അഹ്കാമുൻ നൂനിലുമുണ്ട് അഹ്കാമുൻ മീമിലും ഉണ്ട്. ഇത് രണ്ടിനെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി മഹാമാർ ഇവിടെ അഹ്കാമു മീമിൽ അഷ്ശഫവി എന്നുകൂടെ ചേർക്കലുണ്ട്. കാരണം രണ്ടും ഒരേ പേരായതിനാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടി അൽ ഇദ്ഗാം ബിഗുന്നഹ് ശഫവി എന്ന് പറയുമ്പോൾ അഹ്കാമുൽ മീമിൽ പെട്ടതാണെന്ന് മനസ്സിലാക്കാം. ഇദ്ഗാം ബിഗുന്നഹ് എന്ന് മാത്രം പറയുമ്പോൾ അത് അഹ്കാമുൻ നൂനിൽ പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഷഫവി വരാനുള്ള കാരണം ഷഫതൈൻ 2 ചുണ്ടുകൾ. 2 ചുണ്ടുകളുടെ ഇടയിൽ നിന്ന് വരുന്ന അക്ഷരമാണല്ലോ മീം, അതിൽപ്പെട്ട അക്ഷരം കൂടിയാണല്ലോ. അതുകൊണ്ടാണ് ഷഫവി എന്ന പേര് ഇദ്ഗാം ബിഗുന്നയോട് കൂടെ ചേർത്തത്. ഇതിൽ ഒറ്റ അക്ഷരം മാത്രമേ ഉള്ളൂ, മീം എന്ന ഒറ്റ അക്ഷരം മാത്രമാണ് ഇതിനുള്ളത്. എങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ, അതായത് ഒന്നാമത്തെ മീമ് സുക്കൂനായിരിക്കും, രണ്ടാമത്തെ മീമോ ഹർക്കത്തുള്ളതുമായിരിക്കും. ഇങ്ങനെ വരുമ്പോൾ ഒന്നാമത്തെ മീമ്, അതായത് സുക്കൂനുള്ള മീമ് ഹർക്കത്തുള്ള മീമിലേക്ക് ചേർക്കും. അങ്ങനെ ചേർക്കുമ്പോൾ ഷദ്ദാവും. അങ്ങനെ ഷദ്ദോടെ ഒറ്റ പദമായി ഷദ്ദാവുമ്പോൾ മീമിന് മണിക്കേണ്ടതുണ്ട്. അങ്ങനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഇതാണ് ഇദ്ഗാം ബിഗുന്നഹ് ശഫവി എന്ന് മനസ്സിലാക്കുക. എന്നാൽ നമുക്കിനി ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഹർഫുൽ മീം, മീം എന്ന ഹർഫ് മാത്രമാണല്ലോ ഉള്ളത്. ഉദാഹരണം ഒറ്റ പദത്തിൽ ഇല്ല, 2 പദങ്ങളിലായി അടുത്തടുത്താണ് വന്നിട്ടുള്ളത്. വറാഅഹും മലിക്. ഇവിടെ വറാഅഹും മീം സുക്കൂനാണ് അല്ലേ, ഒന്നാമത്തത്. മലിക് എന്ന ഭാഗത്ത് മീമിന് ഹർക്കത്തുള്ളതുമാണ്. അങ്ങനെ ഈ സുക്കൂനുള്ള മീം ഹർക്കത്തുള്ള മീമിലേക്ക് ചേർത്ത് ഷദ് ചെയ്ത് ഒറ്റ പദമായി മണിച്ചു ഉച്ചരിക്കുന്നു. രണ്ടാം ഉദാഹരണം നോക്കാം. വലകും മാ കസബ്തും. ഇവിടെ വലക്കും മീമ് സുക്കൂൻ, രണ്ടാമത്തെ മീമോ ഹർക്കത്തുമുള്ളത്. അപ്പം സുക്കൂനുള്ള മീമ് ഹർക്കത്തുള്ള മീമിലേക്ക് ചേർത്ത് ഒറ്റ പദമായി ഷദ് ചെയ്ത് മണിച്ച് ഉച്ചരിക്കുക. വലകും മാ കസബ്തും. ഇനി മുസ്ഹഫിലെ അടയാളങ്ങൾ നമുക്ക് പരിശോധിക്കാം. അലാമത്തു ഇദ്ഗാമിൽ മീമി സാക്കിന, സാക്കിനായ മീമിൻ്റെ ഇദ്ഗാം ചെയ്യുന്ന മീമിൻ്റെ അടയാളം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സാക്കിനായ മീമ്, അതായത് ഇവിടെ വറാഅഹും, നമ്മൾ എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. വറാഅഹും എന്ന പറഞ്ഞ മീമിന് സുക്കൂനൊന്നുമില്ല. കാണുമ്പോൾ അവിടെ സുക്കൂനൊന്നും ഇല്ലാതിരിക്കുകയും ശേഷമുള്ള മീമിൽ ഷദ്ദ വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇതെന്താണ്, ഇദ്ഗാം ബിഗുന്നഹ് ശഫവി എന്ന് നമ്മൾ മനസ്സിലാക്കണം. എക്സാമ്പിൾ വകം മിൻ മലക്. ഇവിടെ വകം മീമ് സുക്കൂൻ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സുക്കൂൻ അടയാളമൊന്നും ഇട്ടിട്ടില്ല. ശേഷമുള്ള മീമിന് ഷദ്ദുണ്ട് ഹർക്കത്തുമുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഇത് അൽ ഇദ്ഗാം ബിഗുന്നഹ് ശഫവി എന്ന് നമ്മൾ മനസ്സിലാക്കുക.